അപ്പോൾ ഇലക്ഷൻ ഹോട്ടിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് കണ്ണൂർ മൊറാഴയിലെ വൈദികം റിസോർട്ട് കേന്ദ്രീകരിച്ച് വീണ്ടും രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു എന്നത് തന്നെയാണ്. CPM BJP അന്തർധാര എന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് LDF കൺവീനർ EP ജയരാജന്റെ കുടുംബത്തിന് മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള വൈദികം റിസോർട്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിട്രീറ്റ്സ് ആണ് വൈദികത്തിലെ ആയുർവേദ ചികിത്സയുടെ നിലവിലെ നടത്തിപ്പുകാർ എന്നത് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ആഴവും പരപ്പും കൂട്ടുന്നു. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു. പക്ഷേ പ്രതിപക്ഷം വെറുതെ വിടാൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ EP ജയരാജനെ പ്രതിരോധത്തിലാക്കിയ ദല്ലാൾ നന്ദകുമാറിന്റെ പരാമർശങ്ങളും CPIM-ന് തലവേദനയായി. LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന EP-യുടെ പ്രസ്താവന ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ദിവസം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ പ്രധാന രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത് LDF കൺവീനർ EP ജയരാജൻ പാർട്ടി തള്ളിപ്പറഞ്ഞതോടെ പറഞ്ഞത് EP ജയരാജന് വിഴുങ്ങേണ്ടി വന്നു എന്നു മാത്രമല്ല, വൈദേകം റിസോർട്ട് വഴി ഇക്കാര്യം ബൂമറാങ് പോലെ EP-യിലേക്ക് തന്നെ തിരിച്ചെത്തി. സംസ്ഥാനത്ത് മത്സരം LDF-ഉം BJP-യും തമ്മിലെന്നായിരുന്നു EP ജയരാജന്റെ പരാമർശം. BJP-ക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ടെന്നും EP-യുടെ വെളിപാട്. പരാമർശം ഒടുവിൽ ചെന്നെത്തിയത് വൈദികം റിസോർട്ടിൽ. വൈദികത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് EP ജയരാജൻ, ഭാര്യയ്ക്കും മകനും ഓഹരി പങ്കാളിത്തം. വൈദികം റിസോർട്ടും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള നിരാമയ റിട്രീറ്റും തമ്മിലുള്ള കരാർ ചൂണ്ടിക്കാട്ടി ബിസിനസ് പങ്കാളിത്ത ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തെ മുടിപ്പിച്ച സർക്കാരാണ്, തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുന്ന സർക്കാരാണ്. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും. CPM നേതാക്കൾ ഇപ്പോൾ BJP-യുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ LDF കൺവീനർ വന്ന് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. ഒരുപാട് പേര് രണ്ടാം സ്ഥാനത്ത് വരും. BJP-ക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് CPM നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ്. BJP നേതാക്കളും CPM നേതാക്കന്മാരും തമ്മിൽ അന്തർധാര എന്നുള്ള വാക്ക് ഇനി പറയണ്ട. അവര് ഒരുമിച്ചാണ്, ഒക്കെ ചങ്ങാതിമാരാണ്. കരാറുണ്ടെന്ന് സമ്മതിക്കുന്ന EP-യുടെ വിശദീകരണം ഇങ്ങനെ: വൈദികത്തിന് നടത്തിപ്പല്ല, അവിടുത്തെ ചികിത്സ. അതായത് അവരെ ഏൽപ്പിച്ചാൽ അവർ ഡോക്ടർമാർ, നഴ്സുമാർ, ചികിത്സ എല്ലാം അവർ നടത്തും. അതിനനുസരിച്ച് അവർക്ക് കമ്പനി അവർക്ക് അതിൻ്റെ ചികിത്സിച്ച് ലഭ്യമാകുന്നതിൻ്റെ ഒരു വീതം അവർക്ക് കൊടുക്കണം. അത്ര തന്നെ അതൊരു എഗ്രിമെൻ്റാണ്. അവർ ഇതുപോലെ പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട്. EP ജയരാജന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരന്മയ റിട്രീറ്റ്സ്, EP ജയരാജന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ള വൈദേകം ആയുർവേദ റിസോർട്ടും തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്റ്റ് ഉണ്ട്. അതിന് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നും പറയും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ നിരന്മയ റിസോർട്ടിൻ്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ ചിത്രം ഇപ്പോൾ പുറത്തുവിടാത്തത്. അപ്പോൾ ഇനി അതുമായിട്ട് തർക്കിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ, പണ്ട് അന്തർധാര മാത്രമായിരുന്നു CPM-ഉം BJP-യും തമ്മിൽ. ഇപ്പോൾ അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു. EP ജയരാജനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഞാൻ EP ജയരാജനെ ആദ്യം ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കണക്ഷനും ഇല്ല. ഇത് സതീശൻ ജിയുടെയും കോൺഗ്രസിൻ്റെയും തലയിൽ അങ്ങനെ ഓരോരോ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് പോകട്ടെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവർക്കിപ്പോൾ ഈ വികസനത്തെ പറ്റിയൊന്നും പറയാനില്ലേ? കോൺഗ്രസിന് പുരോഗതിനെ പറ്റിയൊന്നും പറയാനില്ല. അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുക. 3 ദിവസം മുമ്പേ CA-നെ പറ്റിയൊരു നുണ, ഇന്ന് ഇത് നുണ, നാളെ വേറൊരു നുണ. 2014 നുണ കേട്ടു, 19 നുണ കേട്ടു, 24 നുണ കേൾക്കും. അവർ 0 സീറ്റ് എത്തണം വരെ ആ നുണേന്റെ രാഷ്ട്രീയം കണ്ടിന്യൂ ചെയ്യും. അത്രേ ഉള്ളൂ. പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും ഇടതുപാളയത്തിലെത്തിക്കാൻ EP ജയരാജനായി ഇടനില നിന്നുവെന്ന് വിവാദ ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു. എന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ല, അങ്ങനെ ഒരു പേര് എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കും. എന്നെ അങ്ങനെയല്ല, എന്നെ കുമാറെന്ന് അദ്ദേഹം വിളിക്കുന്നത്. അങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടത് അദ്ദേഹത്തെ അറിയല്ല. ഇവിടെ ഒരു കലണ്ടർ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ മനസ്സിലായില്ലേ? അപ്പോൾ എന്തുമില്ലെങ്കിൽ വരില്ലല്ലോ. അതെനിക്കറിയില്ല. അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ചാണെങ്കിൽ ആ ചോദ്യത്തിന് ഞാനും അദ്ദേഹം ആൻസർ പറയാൻ മതി. അദ്ദേഹം വേറെ സ്ഥലത്തിരുന്ന് പറഞ്ഞു, ഞാൻ മറ്റൊരു സ്ഥലത്തിരുന്ന് പറയണം.
ഞാനെങ്ങനെ പറയും അറിയില്ലെന്ന് പറഞ്ഞു? അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അവർ കാണാമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ദീപ്തി മേരി വർഗീസിനെ അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അദ്ദേഹത്തെ കാണാമെന്നാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വന്നാണ് കണ്ടത്. അല്ല, ഒരിക്കൽ വന്നിരുന്നു അന്ന് ഭക്ഷണം കഴിഞ്ഞ വർഷത്തെ ഉത്സവ സമയത്ത്, അതിനുശേഷം വന്നിട്ടില്ല. ദല്ലാൽ നന്ദകുമാറിനെ അറിയുകയില്ല എന്നാണ് ഇപിയുടെ പുതിയ വാദം. എന്നാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ ജാഥ പുരോഗമിക്കവേ കലഹിച്ചു മാറി നിന്ന EP ഇതിനിടെ കൊച്ചിയിൽ വരെ യാത്ര ചെയ്തു. ഇതേ നന്ദകുമാറിന്റെ മാതാവിന്റെ പിറന്നാൾ ദിനത്തിൽ പൊന്നാട അണിയിക്കാൻ. സംസ്ഥാനത്തെ മത്സരം LDFും BJPയും തമ്മിലെന്ന പരാമർശം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തള്ളിയതോടെ EPക്ക് മലക്കം മറിയേണ്ടി വന്നു. ജാഗ്രതയ്ക്കായുള്ള സന്ദേശമെന്നാണ് പുതിയ ക്യാപ്സ്യൂൾ. UDFന് കെണിയൊരുക്കാൻ പോയി കുരുക്കിലായത് EP തന്നെ. അവഗണനയുടെ അമർഷം പലതവണ പരസ്യമാക്കിയ EP സ്വന്തം നിലയ്ക്ക് സൃഷ്ടിക്കുന്ന വിവാദങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി ഇതുവരെയൊട്ട് സന്നദ്ധമായിട്ടില്ലതാനും. സജോ ദേവസ്യാം, 24 കണ്ണൂർ. എന്തായാലും ബഹു കേമമാണ്. അദ്ദേഹത്തിന്റെ വാ തുറന്ന കുറെ കാര്യങ്ങൾ കേൾക്കാം. തെരഞ്ഞെടുപ്പ് കളത്തിൽ EP ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, കളം നിറഞ്ഞ ആടത്തെ. രാജീവ് P. ഐസക് പറയുന്ന ഒരു കാര്യം, വിജയകുമാർ, ഈ പരിപാടിയുടെ പേരൊന്ന് മാറ്റിയിട്ട് ഇലക്ഷൻ ബോണ്ട് എന്നാക്കിയാലോ? ബോണ്ട് ഉണ്ടല്ലോ നമ്മൾ തമ്മിൽ, അല്ലേ? ഓക്കെ, പ്രേക്ഷകരുമായി പ്രേക്ഷകരുമായിട്ട് നമുക്ക് ബോണ്ടുണ്ട്. നമുക്ക് എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യമാണ്.